കഴിഞ്ഞ 1, 2 ദിവസമായിട്ട് നമ്മുടെ ക്രിക്കറ്റിംഗ് ലോകത്ത് മൊത്തത്തിൽ പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയാണ്. അത് ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ക്യൂട്ടിപ്പായ ശുഭ്മാൻ ഗിൽജിയാണ്. അണ്ണൻ കാണിച്ചൊരു വൃത്തികേട്, അതായത് ട്രോഫി എടുത്തതിന് ശേഷം പോസ്റ്റ് ചെയ്ത പിക്ചർ, അതായത് വേൾഡ് കപ്പ് വിക്ടറിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത പിക്ചറിൽ നമ്മുടെ സഞ്ജു സാംസന്റെ തല നൈസായിട്ട് അണ്ണൻ മുക്കി. അതായത് സൂര്യകുമാർ യാദവ് പോസ്റ്റ് ചെയ്ത പിക്ചറും അണ്ണാൻ പോസ്റ്റ് ചെയ്ത പിക്ചറുകൾ തമ്മിൽ സെക്കൻഡ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ ഏതായാലും സഞ്ജു കുഴിയെടുത്ത് മണ്ണിനടി പോയിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം കാല് നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പോൾ തല എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്പോട്ട് ദ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിക്കുന്ന ഗെയിം പോലെ. സോ അണ്ണൻ ഈ വൃത്തിയോട് കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അദ്ദേഹത്തിന്റെ പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഒരു ഗ്ലെയർ കാണാൻ പറ്റും സഞ്ജുവിന്റെ തലയുടെ അവിടെയൊക്കെ ആയിട്ട്. അത് ഈ ഗിൽട്ടർ വീണന്റെ ആണോന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും അണ്ണൻ ഇത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള പ്ലെയേഴ്സ് ആയിട്ടാണ് ഇന്ത്യ 2026 സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രതീക്ഷ അധികം വേണ്ട. ഇതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള, ഇതുപോലെ അസൂയയും കുശുമ്പും കുന്നായ്മയായിട്ടുള്ള പ്ലെയേഴ്സ് മറ്റ് പ്ലെയേഴ്സിന് ചാൻസും അവസരം കൂടെ കളയുന്നത്. ഈവൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡോടെ അണ്ണൻ്റെ തല കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ക്രൂഷ്യൽ ഗെയിമിലെങ്കിലും ഒരു ഇന്നിങ്സ് കളിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല, എക്സെപ്റ്റ് 2025 ടെസ്റ്റ് ഇംഗ്ലണ്ട് നടന്ന ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് ഒഴിച്ചാൽ ഒരു ODIയിലോ T20 ഇതുവരെ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സോ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ ഇതുവരെ സ്റ്റെപ്പ് അപ്പ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത്തേത് കുറച്ചും കൂടി സ്പൈസി ആൻഡ് ഹോട്ട് ഐറ്റമാണ്. സോ ഞാൻ ആദ്യമേ തന്നെ ഒരു ക്ഷമ ചോദിക്കുവാണ്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. സൺറൈസേഴ്സ് ലീഡ്സ് ദ 100 ടൂർണമെന്റ്, ഇംഗ്ലണ്ടിലെ ദ 100 ടൂർണമെന്റ് 2020 കുറച്ച് വ്യത്യസ്തമായ ഒരു ഫോർമാറ്റിംഗ് സ്റ്റൈലൊക്കെയാണ്. 100 ബോളുകളേ ഉള്ളൂ. ഒരു ബോളർക്ക് 10 കൂടുതൽ ബോളുകൾക്ക് അടുപ്പിച്ചെറിയാന്നുള്ള പല ക്രൈറ്റീരിയ ഉണ്ട്. എനിവൈസ്, ഒരു പാകിസ്ഥാനി പ്ലെയർ, അതായത് അബ്രാറിനെ എടുത്തു എന്നും പറഞ്ഞുള്ള കാവ്യമാരനെതിരെ ഭയങ്കര വിമർശനങ്ങളും പ്രശ്നങ്ങളും ലീഡ്സിലെ അവരുടെ ട്വിറ്റർ അക്കൗണ്ട് വരെ പൊട്ടിച്ചെറിഞ്ഞു സൺറൈസേഴ്സ് ലീഡ്സിന്റെ. സത്യത്തിൽ പലരും പറയുന്നത് അവരെ കളിപ്പിക്കുക, അവര് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന അവിടെയും പോയി കളിക്കട്ടെ. ചിലർ പറഞ്ഞാൽ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പ്രശ്നം എന്ന്. ഇറ്റ്സ് റിയലി ഹാർഡ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. എങ്കിലും പറയാലോ, സത്യത്തിൽ കാവ്യമാരനല്ല ഇവിടുത്തെ പ്രശ്നം. അവർക്കൊരു ബിസിനസ്സാണ്, അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അവർക്ക് അതിൻ്റെ റിട്ടേൺ ആണ്. ഇത് സത്യത്തിൽ ICC ചില പ്ലേയേഴ്സിനെ ബ്ലോക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതായത് ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്ന ചില പാകിസ്ഥാനി പ്ലേയേഴ്സ്, അവരാണ് ഇതിനകത്ത് പ്രശ്നം. എല്ലാ പാകിസ്ഥാനി പ്ലേയേഴ്സും അല്ല. അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടത് BCCI ഒരു ഫ്രാഞ്ചൈസിയോ അല്ല, ICC ആണ്. അവർക്കൊരു കടിഞ്ഞാണുണ്ട്. അങ്ങനെയുള്ള പ്ലേയേഴ്സ് വേണ്ടെന്ന്. ആക്രമണം ഏത് രാജ്യത്ത് നടന്നാലും. അപ്പോൾ ICC ഷുഡ് ടേക്ക് ആക്ഷൻസ് അഗൈൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. സോ